കുഞ്ഞിപ്പത്തിരിയും ചമ്മന്തിയും കേൾക്കാൻ തന്നെ നല്ല രസമുണ്ടല്ലേ. എനിക്കും എൻ്റെ അനിയത്തിക്കൊക്കെ ചെറുപ്പകാലം മുതലേ അമ്മ ഉണ്ടാക്കി തരുന്നതാണ്. അപ്പം ഞങ്ങൾക്ക് ഇത് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് റെസിപ്പിയാണ് കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞിട്ട് ആർക്കൊക്കെയാണ് ഇത് നൊസ്റ്റാൾജി ആയിട്ടുള്ളത് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതൊരു 4 പേർക്കുള്ള ലൈറ്റ് സ്നാക്കിന് വേണ്ടിയുള്ള റെസിപ്പിയാണ്. ഇതിനു വേണ്ടി ഒരു 150 ഗ്രാം അരിപ്പൊടി, പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് 250 ml കപ്പിൽ, ഒരു കപ്പിൽ അളക്കുമ്പോൾ, അമർത്താതെ അളക്കുമ്പോൾ ഒരു 150 ഗ്രാം വരുന്നുണ്ട്. അങ്ങനെയാണ്. നിങ്ങൾക്ക് ഇതിൽ റീഡിങ് കാണാമല്ലോ അല്ലേ. അത് കുഴയ്ക്കാൻ പാകത്തിനുള്ള ഒരു ബൗളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 150 ഗ്രാം അരിക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്. അരിപ്പൊടിയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നന്നായി വെട്ടിത്തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമോ അല്ലെങ്കിൽ ജസ്റ്റ് ബോയിൽഡ് എന്നുള്ള വെട്ടിത്തിളച്ച ഓഫാക്കിയ പാടെയുള്ള വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അല്ലാതെ ചൂടുവെള്ളം അല്ല കേട്ടോ. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കുക. നമുക്കൊരു പാകത്തിനുള്ള ഡോ ആയി കിട്ടുന്നവരെ ഇളക്കി കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് ഇളക്കി കൊടുക്കുക. ഞാൻ പാകമാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കും വെള്ളത്തിൻ്റെ അളവ് എന്തുകൊണ്ടാണ് കറക്റ്റ് പറയാത്തതെന്ന്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പൊടിയായാലും വീട്ടിലുണ്ടാക്കുന്ന പൊടിയായാലും വറവലിൻ്റെ പാകം പല സമയത്തും പല രീതിയിലായിരിക്കും. ഓരോ ബ്രാൻഡ് പൊടിയുടെയും വറവലിൻ്റെ പാകം ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കുഴയ്ക്കുന്നതാവും നല്ലത്. അതുകൊണ്ടാണ് വെള്ളം ചേർത്ത് കുഴച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ പാകം നിങ്ങൾക്ക് പാകമായിട്ട് തോന്നും. ഇത് കറക്റ്റ് പിടിച്ചാൽ കിട്ടുന്ന പാകമായിട്ട് തോന്നും. പക്ഷെ ദർ ഇസ് എ പ്രോബ്ലം. ഇതിവിടെ റെസ്റ്റ് ചെയ്യട്ടെ, നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഞാൻ പറഞ്ഞു തരാം എന്താ പ്രോബ്ലം എന്നുള്ളത്. ഈ അരിനെ ഒന്ന് സ്പൈസ് അപ്പ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണം. ഒരു 4 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് ജീരകം എടുത്തിട്ടുണ്ട്. ഒരു 10-15 ഇല കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 8 മുതൽ 10 വരെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് എല്ലാം ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതുപോലെ അരക്കണ്ട കേട്ടോ. 1-2 പൾസ് കൊടുത്തെടുത്താൽ മതി. നമ്മൾ പൾസ് കൊടുക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഏകദേശം ഒരേ വലുപ്പത്തിനായാൽ മതി എന്ന് മാത്രം. നമ്മൾ കുഴച്ചു വെച്ച അരിയിലേക്ക് ഇപ്പം ക്രഷ് ചെയ്ത് വെച്ച സ്പൈസസ് ചേർത്ത് നന്നായിട്ട് കുഴയ്ക്കാൻ പോവാണേ. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ, അരി കുഴച്ചു വെച്ചതിൻ്റെ കൺസിസ്റ്റൻസി മാറുന്നത്. നമ്മൾ ക്രഷ് ചെയ്തെടുത്ത ആ സ്പൈസസിൽ നന്നായിട്ട് വാട്ടർ കണ്ടന്റ് ഉണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കുഴയ്ക്കുമ്പോൾ അരിയുടെ കൺസിസ്റ്റൻസി നന്നായിട്ട് ലൂസാവും. അത് കുറച്ച് നല്ല പിടിക്കാൻ പറ്റാത്ത, പിടിച്ചു കഴിഞ്ഞാൽ സ്റ്റിക്കി ആവുന്ന രൂപത്തിലായിപ്പോവും. അങ്ങനെ സ്റ്റിക്കി ആയി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പാറ്റി ഉണ്ടാക്കാൻ പറ്റില്ല. അത് വറുത്തെടുക്കുമ്പോൾ നന്നായിട്ട് എണ്ണ കുടിക്കുകയും ചെയ്യും. ഇങ്ങനെ പല പ്രോബ്ലങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ട്, ഇങ്ങനെ നിങ്ങൾ സ്റ്റക്ക് ആവുകയാണെങ്കിൽ ഇതിനൊരു പരിഹാരമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ചും കൂടി അരിപ്പൊടി ചേർത്ത് 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 വീണ്ടും ഒരു പിടിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഒരേ ഒരു പോംവഴി. അതിന് ഇത്ര അളവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാനിവിടെ ഏകദേശം 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തു. നിങ്ങൾ ഉപയോഗിച്ച അരിപ്പൊടിയുടെ കൺസിസ്റ്റൻസി വരുന്നത് വരെ, ആ അരിപ്പൊടിക്ക് ഒരു ടൈറ്റ് കൺസിസ്റ്റൻസി വരുന്നത് വരെ കുറച്ച് കുറച്ചായിട്ട് അരിപ്പൊടി ചേർത്ത് ടൈറ്റ് ആക്കി എടുക്കുക കേട്ടോ. ഇപ്പം വേറൊരു കാര്യം കൂടി ചിലർക്കെങ്കിലും മനസ്സിൽ വരും. പച്ചപ്പൊടി കുഴച്ചു വെച്ച പൊടിയുടെ കൂടെ ചേർത്ത് നമ്മൾ കുഴച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരുമോയെന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും. കുഴപ്പം വരില്ല. അത് പത്തിരിക്ക് ഒരു മൊരുമൊരുപ്പ് കൊടുക്കുകയുള്ളൂ. ഇനി അധികം വൈകാതെ തന്നെ ചെറിയ ചെറിയ ഉരുളകളായി ഉരുട്ടി പാമിൽ വെച്ചിട്ടൊന്ന് ചെറുതായി അമർത്തി കഴിഞ്ഞാൽ ചെറിയ ചെറിയ പാറ്റീസായിട്ട് കിട്ടും. എല്ലാം ഒരുമിച്ച് ചെയ്ത് വെച്ചിട്ട് ബാച്ചായിട്ട് വറുത്ത് കോരിയെടുക്കാം. ഒറ്റത്തവണ 4 പാറ്റീസ് വരെ ഒരുമിച്ച് ചേർത്ത് വറുക്കാനുള്ള അത്രയും വെളിച്ചെണ്ണയാണ് ഞാൻ വെച്ചിട്ടുള്ളത്, മീഡിയം ഫ്ലെയിമിൽ. എണ്ണ ഇപ്പോൾ കറക്റ്റ് പാകത്തിന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ബാച്ചായിട്ട് വറുത്ത് കോരിയെടുക്കാം.
ഓയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല വൈസായിട്ട് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ ബാച്ച് നമുക്ക് വറുത്തെടുക്കാനുണ്ടെങ്കിൽ പാനിൽ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കാതെ ചെറിയ ചെറിയ ബാച്ചുകളാക്കി അതിനെ തിരിച്ച് ഓരോരോ ബാച്ചും വറുത്തെടുക്കാൻ പാകത്തിനുള്ള എണ്ണ മാത്രം യൂസ് ചെയ്യുക കേട്ടോ. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്കത് റീയൂസ് ചെയ്യേണ്ടി വരും, വിച്ച് ഇസ് നോട്ട് ഹെൽത്തി. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം എണ്ണ എടുക്കാൻ. ഇതപ്പം നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. അതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ട് കാണുന്നത് നല്ല ഭംഗിയുണ്ടല്ലേ. ഇനി ബാക്കിയുള്ള ബാച്ചസും ഇതുപോലെ തന്നെ വറുത്ത് കോരിയെടുക്കാം. ഇതിന് ശരിക്കും കൂടെ കഴിക്കാൻ ഒന്നും വേണ്ട. പക്ഷെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രൈ ചട്നി ഉണ്ടാക്കാറുണ്ട്. അതും കൂടെ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അതിനു വേണ്ടി ഒരു 50 ഗ്രാം തേങ്ങ എടുത്തിട്ടുണ്ട്. ഡ്രൈ ചട്നിയായി ഉണ്ടാക്കാൻ നമ്മൾ പൂണ്ടെടുക്കുന്നതാണ് നല്ലത്, ചിരവി എടുക്കുന്നതിനേക്കാളും. അതിൻ്റെ കൂടെ ഒരു 3-4 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 3-4 ചുമന്ന മുളക് എടുത്തിട്ടുണ്ട്, പാകത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് പൾസ് ചെയ്തിട്ടോ അല്ലാതെയോ നമുക്കൊന്ന് ഡ്രൈ ആയിട്ട് ഉണ്ടാക്കാം. ഇതിന് വേണ്ട വെള്ളം ഇതിൽ തന്നെ ഉണ്ട്, അതിൽ കൂടുതൽ വെള്ളം ആവശ്യമില്ല. ഇതേപോലെ ഡ്രൈ ആയിട്ടുള്ള ചട്നിയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് പ്ലേറ്റ് ചെയ്യാം. ഈ ഇല എന്തിൻ്റെ ഇലയാണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? പല സ്ഥലങ്ങളിലേക്ക്, പല നാടുകളിലേക്കും പല പേരാണ് ഇതിന് പറയുക. ഞങ്ങളുടെ നാട്ടിലേക്ക് ഉപ്പൂത്തിയുടെ ഇല എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിലേക്ക് എന്താണ് ഇതിനെ പറയാന്നൊന്ന് കമന്റിൽ ഇടണേ കേട്ടോ. ഇതാ കുഞ്ഞിപ്പത്തിരിയും വെച്ചിട്ടുണ്ട്, ചമ്മന്തിയും വെച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ഒരു ചായയും കൂടെ അതിൻ്റെ കൂടെ, എന്നിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് പറയണേ കേട്ടോ. അടുത്ത ദിവസം വേറൊരു റെസിപ്പി ആയിട്ട് വരാം. കേരളത്തിൽ നിന്നുള്ള റെസിപ്പി ആവാൻ ചാൻസ് ഇല്ല, എന്നാലും എല്ലാവരും വാച്ച് ചെയ്യണം കേട്ടോ. അതുവരെ ബൈ. This is Danya from Veg Kerala.